ഹൈ ഗൈസ് യു ഗൈസ് വാച്ചിങ് എണ്ണാൻ. സോ നമ്മളെ ഇടയിൽ പല പാരൻസും അവർക്കൊരു ഡ്രീം ഉണ്ടാവും, എന്നിട്ട് അത് അവർ കുട്ടികളെ അടിച്ചേൽപ്പിക്കും. ഈ ഒരു സീന് പലയിടങ്ങളിലും നമുക്ക് കാണാം, പല സ്ഥലത്ത്. ചിലപ്പോൾ നമ്മളെ വീടുകളിൽ തന്നെ കാണാം, നമുക്ക് തന്നെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ സീരീസാണ് ജെൻ വി എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് സൂപ്പർ ഹീറോസിൻ്റെ സീരീസാണ്. ഇത് ബോയ്സ് എന്ന് പറഞ്ഞൊരു സീരീസിൻ്റെ ആ വേൾഡിൽ നിന്നുള്ള ഒരു സീരീസാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കരമായിട്ട് കുറേ ബോയ്സിൻ്റെ ആ ഒരു ടീംസിനെ നമുക്കിതിൽ കാണാം. കുറേ ഒത്തിരി റെഫർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർ തന്നെ കാണിക്കുന്നുണ്ട്, എട്രെയിനെയും ഡീപ്പിനെയൊക്കെ ഇതിൽ നല്ലോണം കാണിക്കുന്നുണ്ട്. സോ വെയിറ്റ്, ഇതൊന്നും കാണാത്ത ഒരാളാണെങ്കിൽ ഗൈസ് നിങ്ങളിത് കണ്ടിരിക്കണം. ഭയങ്കര കിട്ടുന്ന സീരീസാണ്. വെയിറ്റ് ഇതിൽ വേറെ സീനുണ്ട്. ചെറിയ മക്കളൊന്നും ഇത് കാണാതിരിക്കരുത്, കാരണം സെക്ഷൽ കോണ്ടൻറ്റും ഉണ്ട്, നല്ല വയലൻസ് ഉണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ ഒരു കളിയാണ്. ഈ ജെൻ വി എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൽ മെയിൻ പ്രൊട്ടോഗണിസ്റ്റ് ഇതിൽ എന്താ പറയുക, ഒരു നൈസായിട്ട് ഇവിടെ ഇട്ടിട്ട് അത് അവിടെ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡ് യൂസ് ചെയ്തിട്ടാണ് ആളുടെ പവേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ കാണാൻ സീനാണെങ്കിൽ, അതൊന്നുമല്ല അതിൻ്റെ അപ്പുറം കാണിക്കുന്നുണ്ട്, അതൊക്കെ കാണാൻ സീനാണെങ്കിൽ ഈ ഒരു സീരീസ് തീരെ കാണണ്ട. പിന്നെ ബോയ്സ് കണ്ടവർക്കാണ് ഇത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഫേസ് ചെയ്യുക. ലൈക്ക് എനിക്ക് തോന്നുന്ന അങ്ങനെ കേട്ടോ. പക്ഷേ ബോയ്സിൻ്റെ അത്ര ഒന്നും എത്തൂല കേട്ടോ. പിന്നെ നിങ്ങളിത് കണ്ടു നോക്ക്, കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്ക്, കാരണം ഭയങ്കര അടിപൊളി സീരീസാണ്. ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് ജെൻ വിയിലേക്ക് കിടക്കാം. ജെൻ വി എന്ന് പറയുന്നത് ബോയ്സിനെ വെച്ചിട്ടേ ഞാൻ കമ്പയർ ചെയ്യുള്ളൂ. ബോയ്സിൻ്റെ ഒരു ടീനേജ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ബോയ്സിലുണ്ടാകുന്ന പല സീൻസും ഇതിലുണ്ട്. അതായത് ആ ഒരു ക്യാരക്ടറിന് ബാക്കിൽ പല സീൻസും ഉണ്ടാവും. അതായത് ഇവരെ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ബാഡൊക്കെ ആയിരിക്കും. അതേ സെയിം സീന് ജെൻ വിയിലുണ്ട്. വോൾട്ട് ആ മെയിൻ ടീംസില്ലേ, സൂപ്പർ ഹീറോസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ ടീംസ് പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇതിലും അങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. സോ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് കുറേ ടീംസ് ഉണ്ട്, ഇതിലും അതേപോലെ പൊളിക്കാൻ വേണ്ടി കുറേ ടീംസ് ഉണ്ട്. സോ അങ്ങനത്തെ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത് പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഒരു ടീനേജ് വേർഷൻ വേണമെങ്കിൽ പറയാം. അതിനുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ രസമൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേൽ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. മറ്റേ ഹോംലാൻഡറിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ മെല്ലെ ബിൽഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിൽ മാരി എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടർ നൈസായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള ആ ഒരു ഫീൽ എനിക്ക് കിട്ടുമോയെന്ന് അറിയില്ല. അതിൽ പല ക്യാരക്ടേഴ്സിനും എൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. ലൈക്ക് ബ്ലാക്ക് നോയർ, ഹോംലാൻഡർ, എൻ്റെ മോനെ ഇവിടെ മറ്റേ താടിയിൽ ആ സാധനം വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു നിപ്പുണ്ട് എൻ്റെ മോനെ. പിന്നെ ഓൻ്റെ മോനാണെങ്കിലും ലാസ്റ്റ് ആ സീനൊക്കെ ഭയങ്കര കിടല സീന്. സോ അതുപോലത്തെ സീനൊന്നും എനിക്കിതിൽ ഫേസ് ചെയ്തില്ലെങ്കിലും ഇതിൽ ആ ഒരു പാറ്റേൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട്. അതായത് ബോയ്സ് ലൈക്ക് ആയ ഒരാൾക്ക് ഈ ഒരു ജെൻ വി എന്ന് പറഞ്ഞ സീരീസ് ലൈക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ മൊത്തമായിട്ട് അങ്ങോട്ട് എടുക്കുന്നില്ല, കാരണം ഞാൻ വെറും 3 എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ. ഇനി October 6th അടുത്ത എപ്പിസോഡ് വരും. അങ്ങനെ മൊത്തം എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ എടുക്കാം. പക്ഷേ ഇതുവരെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര കിടലായിട്ട് തോന്നി. ചില സീനൊക്കെ ഭയങ്കര നൈസാണ്. ചില സീനൊക്കെ ഇങ്ങനെ ക്യാരക്ടർ ഇങ്ങനെ നൈസായിട്ട് മാറുന്നുണ്ടല്ലോ, മാറ്റിയെടുക്കുന്നുണ്ടല്ലോ. ആ ഒരു സാധനം ഇതിൽ കാണിക്കുന്നത് ഭയങ്കര കിടലായിട്ട് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കറണ്ട് സിറ്റുവേഷനൊക്കെ നൈസായിട്ട് ഇതിൽ കാണിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോയ്സിലും ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കറണ്ട് സിറ്റുവേഷനൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്, കാരണം ഞാൻ ഇത് മുഴുവനായിട്ട് പറയുന്നില്ല. ഇത് മൊത്തം കാണാത്തതുകൊണ്ട് ഞാൻ പക്ക റിവ്യൂ ആയിട്ട് ഇത് കാണുന്നില്ല. സോ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര കിടലായിട്ട് തോന്നി. ചില സീനൊക്കെ പോലെ സീനാണ്. ഏത് സെക്ഷൽ കോണ്ടൻ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചൊരു വയലൻസാണ്. വയലൻസ് ഭയങ്കര സീനാണ്, കള്ളം പറയലടാ, അല്ല സത്യമായിട്ടും ഭയങ്കര സീനാണ്. അപ്പോൾ ബ്ലഡ് സീനുള്ളവർ കാണരുതേ, പിന്നെ പിള്ളേരും ഇത് കാണരുതേ. എൻ്റെ അമ്മേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതിങ്ങനെ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഗൈസ്, ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പം നമുക്ക് കാണാം.